അപ്പോൾ ഒരു സൺഡേ വ്ളോഗ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ കളി കാണാൻ വേണ്ടി എണീറ്റു. അപ്പോൾ അർജന്റീന ജയിച്ച സന്തോഷത്തിൽ സുരേഷേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, വീട്ടിലൊന്നും വെക്കണ്ടെന്ന്. കേട്ട മതി കേൾക്കാതെ മതി ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടി ചാടി കയറിയിരുന്നു. അപ്പോൾ പോകുന്നത് പന്തിരങ്കാവ് ഹോട്ടൽ മാധവത്തിലേക്ക് കേട്ടോ. അവിടെ നല്ല അടിപൊളി നാടൻ ഫുഡ് കിട്ടും. അപ്പോൾ സൺഡേയും കൂടെ ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ കുറച്ചൊരു സ്ഥലപരിമിതി ഉണ്ട്, ചെറിയ ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ കുറച്ച് കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ ഫുഡ് എന്ന് വെച്ചാൽ ശരിക്കും നാടൻ ഫുഡ്, നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നമ്മൾ ഈ വറുത്തരച്ചിട്ട് നേരെ പൊടിയൊന്നും ഉപയോഗിക്കാതെ നമ്മൾ തന്നെ വറുക്കൂലേ, അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ വറുത്തരച്ച ഇതിന് ബീഫ് കറിക്കൊക്കെ. അപ്പം ഞങ്ങൾ ദേശീയ ഭക്ഷണത്തിൽ പിടിച്ചു പൊറോട്ടയും ബീഫ് ഫ്രൈയും. സുരേഷേട്ടനും അക്കൂട്ടനും മട്ടൻ ചാപ്സ് വാങ്ങിച്ചു, പിന്നെ പൂളക്കറി വാങ്ങിച്ചു. അതെല്ലാം നല്ല കിട്ടു ടേസ്റ്റാണ്. വീട്ടിലേക്ക് പാർസലും വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് വല്യമ്മേൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അതായത് ഞങ്ങളുടെ വല്യച്ഛൻ്റെ വീട് പയ്യടത്താഴാണ്. അപ്പോൾ അവിടെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്യച്ഛൻ്റെ ഒരു ഫോട്ടോ നമ്മൾ അജണ്ടയിൽ നിന്ന് റെഡിയാക്കി. അപ്പോൾ അത് വല്യമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഓരോ തിരക്ക് കാരണം ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ച് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ കുറേ ദിവസമായി അപ്പോൾ ഫോട്ടോ കൊണ്ടുവച്ചിട്ട് അപ്പോൾ നേരെ വല്യമ്മേൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വല്യമ്മ എപ്പോഴും ഇങ്ങനെ പരാതി പറയും ചെല്ലുന്നില്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് പോകാനൊന്നും ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് വല്യമ്മ അതാ മുന്നിൽ തന്നെ ഉണ്ട്. ഞങ്ങളെപ്പോലെ ഒന്നല്ല, വല്യമ്മ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ മുന്നേ കുറേ പ്രാവശ്യം വന്ന് നിൽക്കുകയൊക്കെ ചെയ്ത ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത നോസ്റ്റാണ്. ഞാൻ ആ കുട്ടനും കുറേ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഓക്കെ, ബൈ.